നായരാണെങ്കിൽ വിലയുണ്ട്. അതാണ് നായന്മാർക്ക് കേരളത്തിൽ എത്രത്തോളം വിലയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നായർ തറവാട്ടിലെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടോ ഒരു ഭാഗത്തേക്ക് ചരിയുന്നു എന്ന് നല്ല നായരായ സുകുമാരൻ നായർ പറഞ്ഞപ്പോഴേക്കും ബാക്കി രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ നെട്ടോട്ടമായി, സകലതും പോയി. കേരളത്തിലെ മുഴുവൻ നായന്മാരും CPM വോട്ട് ചെയ്യാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന രീതിയിലായിരിക്കുകയാണ്. സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുന്നതാണോ കേരളത്തിലെ കരയോഗത്തിലുള്ള അംഗങ്ങളെല്ലാവരും? കരയോഗത്തിൽ ചേരാത്ത നായന്മാരും ഇല്ലേ? അതോ കരയോഗത്തിൽ ചേർന്നവർ മാത്രമേ നായന്മാരാകുകയുള്ളൂ? നായന്മാരാകുന്നതിന് പല പല ലക്ഷണങ്ങളുണ്ടെന്നാണ് പണ്ടൊക്കെ കേട്ടിട്ടുള്ളത്. ചെവി പൂടെ ഉണ്ടായിരിക്കണം, കരയോഗത്തിൽ അംഗമായിരിക്കണം, എങ്കിലേ നായരായിട്ട് അംഗീകരിക്കുകയുള്ളൂ. കേരളത്തിൽ ഏതാണ്ട് ഒരു 10,000 കരയോഗങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിലെ നായന്മാരെല്ലാവരും സുകുമാരൻ നായർ പറയുന്ന അനുസരിച്ചൊന്നും വോട്ട് ചെയ്യണമെന്നില്ല. പിണറായി ഇപ്പോൾ വലിയ ഉന്മേഷഭരിതനായിട്ടാണ് നടക്കുന്നത്. കാരണം ഒരു വശത്ത് നായരുടെ പ്രതിനിധിയും മറുവശത്ത് ഈഴവരുടെ പ്രതിനിധിയും ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഇതിപ്പം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേരളത്തിലെ ഈഴവന്മാരെല്ലാം ഇവർക്ക് വോട്ട് ചെയ്യും, CPM വോട്ട് ചെയ്യും. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഒന്ന്, അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ജനതയായിട്ട് ചവിട്ടി തേക്കുന്നു. 2, ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട്, അതായത് യുവതീ പ്രവേശ വിഷയത്തിൽ സർക്കാർ കാണിച്ചത്, ഭക്തരോട് കാണിച്ചത്, ഭക്തരെ തെരുവിൽ വലിച്ചിഴച്ചത്. 3, ഈ വോട്ടുകളെല്ലാം തന്നെ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ പ്രകടമായത്. ആ പോയ വോട്ടുകളൊന്നും തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല എന്ന് കൃത്യമായിട്ട് CPM-നും അറിയാം. പാർട്ടി സെക്രട്ടറി പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും CPM-ന്റെ വോട്ടിന് ചോർച്ചയുണ്ടായി എന്നുള്ളത്. അത് പോയത് BJPയിലേക്ക് തന്നെയാണ്. ഈ നായന്മാരുടെ വോട്ടുകളൊക്കെ ഒരു കാലത്ത് നമുക്കറിയാം ഈ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്നതാണ്. അത് നായന്മാരുടെ വോട്ടും ക്രൈസ്തവരുടെ വോട്ടും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഈ കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വെച്ചതാണ്. അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം മുസ്ലിം ലീഗിനെ എവിടെ വരെ കയറ്റിയിരുത്തിയിരിക്കുകയാണ്? ഒക്കത്തല്ല, അതിനു മുകളിൽ കയറ്റിയിരുത്തിയിരിക്കുകയാണ്. ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ ഹൈക്കമാൻഡിനോട് പറയുന്ന അതിനേക്കാൾ വലിയ വിലയുണ്ട് ലീഗിലെ ഒരു MLA ഹൈക്കമാൻഡിനെ വിളിച്ചു പറ. പാണക്കാട്ട് തങ്ങളുടെ സാദിഖ് അലി തങ്ങളുടെ ഒരു ഫോൺ ചെന്നാൽ മതി, സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. അത്ര ഈ മുസ്ലിം ലീഗിന് മുമ്പിൽ വഴങ്ങി നിൽക്കുകയാണ്. ഈ ചെക്കനെയും പെങ്കൊച്ചിനെയൊക്കെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടത് ആരാ? വയനാട്ടിലെ മുസ്ലിം ജനതയല്ലേ? ഇനിയും വരണമല്ലോ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സീറ്റിൽ വിജയിച്ചു എന്നും പറഞ്ഞാണ് വയനാട് ഇട്ടെറിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയത്. അതെപ്പോഴൊന്നും അങ്ങനെ ആകണമെന്നില്ല. വയനാട്ടിൽ കോൺഗ്രസിനൊരു ശക്തമായ ഇടമുണ്ട്.
ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഇടവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വയനാട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസിലെ അങ്ങനെ ഏത് പ്രഗത്ഭന്മാർ വേണമെങ്കിലും വന്നോളൂ, ഇവിടെ സുരക്ഷിതമായിട്ട് പോകാം. അതെന്തായാലും ഈ വയനാടിനി എപ്പോഴും ഇവർക്ക് വേണ്ടി മാറ്റിയിട്ടേക്കും. ഇപ്പം പ്രിയങ്ക ഗാന്ധിക്ക് രാഷ്ട്രീയത്തിലെ ഒരു മുൻപരിചയമോ ഒന്നുമില്ലാത്ത, ഇപ്പം രാഹുൽ ഗാന്ധിക്ക് എന്ത് പരിചയമാണെന്ന് ചോദിക്കും. രാഹുൽ ഗാന്ധിക്ക് അശേഷമില്ല, രാഷ്ട്രീയവും അറിയില്ല, ചരിത്രവും അറിയില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ തന്നെ നിൽക്കുന്നത് കേരളത്തിൽ ഈ മുസ്ലിം ലീഗിനെ കണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ലീഗിൻ്റെ വോട്ട് മുഴുവനായിട്ട് സമാഹരിച്ച് നിർത്തുക. അതുകൊണ്ടാണ് പിണറായി വിജയൻ തന്ത്രം ആവിഷ്കരിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഹൈന്ദവ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവും യഥാർത്ഥ അയ്യപ്പ സംഗമം ഏതാണെന്നും ഭക്തരുടെ സംഗമം ഏതാണെന്നും നമ്മൾ പിന്നീട് തെളിഞ്ഞു. പന്തളത്ത് നടന്ന സംഗമം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു. ശബരിമല യുവതീ പ്രവേശ വിഷയസമയത്ത് നടന്ന പ്രതിഷേധ റാലി പോലെ, നാമജപ ഘോഷയാത്ര പോലെ അവിടേക്ക് ജനം ഒഴുകുകയാണ് ചെയ്തത്. അയ്യപ്പൻ്റെ കളിച്ചു വളർന്ന നാടായ പന്തളത്തേക്ക്. അങ്ങനെ അതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം എന്ന് തെളിയിച്ചു കൊടുത്തു. പമ്പയിൽ നടന്നത് ഔദ്യോഗിക അയ്യപ്പ സംഗമം, സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കന്മാർ വന്നിരുന്ന് തിന്നുകുടിച്ചു പോയ ഒരു സംഗമം. അത്രമാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റൂ. അവിടെയാണ് ഈ സുകുമാരൻ നായർ പിന്തുണ നൽകിയത് എന്ന് പറയുന്നത്. സുകുമാരൻ നായരുടെയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെയോ, വെള്ളാപ്പള്ളി നടേശനും സന്നിഹിതനായിരുന്നല്ലോ, സുകുമാരൻ നായർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പകരം തിരുവനന്തപുരത്ത് നിന്ന് അറിയപ്പെടുന്ന മേധാവിയായ നായർ മേധാവിയുടെ ആളായ സംഗീത് കുമാറാണ് പങ്കെടുത്തത്. ഇത് പങ്കെടുത്തു എന്നുള്ള ഒരു കാരണത്താൽ കേരളത്തിലെ നായന്മാരെല്ലാം രോമാഞ്ചം കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF വോട്ട് ചെയ്യും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാണ് ഹാലിളകിയത്. PJ കുര്യൻ ചെല്ലുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെല്ലുന്നു. ഇതൊക്കെ വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്നും അല്ല എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പെരുന്നയിലേക്കും കണിച്ചുകുളങ്ങരയിലേക്കും പിന്നെ സകല അരമനകളിലേക്കും തിണ്ണ നിരങ്ങുന്ന കുറേ രാഷ്ട്രീയക്കാരാണ് ഇവിടെയുള്ളത്. തിണ്ണ നിരങ്ങുക, ബിഷപ്പുമാരുടെ കൈ മുത്തുക, പാദം കഴുകി കുടിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് MA ബേബി AK ആന്റണിയെ പരിഹസിക്കുമായിരുന്നു. രൂപതകളിൽ കയറിയിറങ്ങുന്നു, രൂപത രൂപത എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം ആരാണ്? ഇപ്പം CPM എന്താ അതിന് വളരെ പിറകിലോ വല്ലതുമാണോ? ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഈ സാമുദായിക നേതാക്കന്മാരെ വണങ്ങുന്ന ഒരൊറ്റ ജോലിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ളത്. അപ്പോൾ സാമുദായിക സമവാക്യം നോക്കിയാണ് എപ്പോഴും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെപ്പോലും നിർണയിക്കുക. അപ്പോൾ അത്തരത്തിൽ അവരൊരു നിർണായക ശക്തിയായി മാറുകയാണ്. സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും KPMSന്റെ പുന്നല ശ്രീകുമാർ ആയാലും ഇവരൊക്കെ നിർണായക ശക്തിയായി തീരുകയും അപ്പോൾ ഈ ഇടതുപക്ഷത്തേക്ക് ചായുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തരത്തിലുള്ള ചില ഡീലിങ്സും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഡീലിങ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇപ്പോൾ സുകുമാരൻ നായരുടെ കാര്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ NSS കോളേജിലിരുന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഇടതിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നും ഒരു വാർത്ത ഇതിനിടയ്ക്ക് പരക്കുകയുണ്ടായി. LDFും ജയിച്ചു, ഇദ്ദേഹത്തിൻ്റെ മകളും ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എന്താ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എടുത്തങ്ങ് കൊടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെയും ചെയ്യും.
മന്ത്രി ബിന്ദു കൊച്ചമ്മയ്ക്ക് എന്ത് പരിചയമാണുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിൽ? ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചു വന്നതാണ്. വിജയരാഘവന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടുമേ കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ സുകുമാരൻ നായരുടെ മകൾക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്ഥാനം കൊടുത്താൽ അതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ചില ഡീലിങ്സ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ ധാരാളം നായന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയാണ്. പക്ഷേ സുകുമാരൻ നായർ പറയുന്നത് അനുസരിച്ച് വോട്ട് എത്രത്തോളം വീഴണമെന്നില്ല. അങ്ങനെ വീണിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലം മാറി. ഒരു 10 വർഷത്തിന് മുമ്പോ 15 വർഷത്തിന് മുമ്പോ ആയിരുന്നുവെങ്കിൽ സുകുമാരൻ നായർ പറയുന്നത് വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ അനുസരിക്കുമായിരുന്നു. അത് കൃത്യമായി വോട്ട് ചെയ്യുകയും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് LDF-നായാലും ഏത് പക്ഷക്കാർക്കായാലും അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. UDF-ന് ഏത് തരത്തിലായിരിക്കാം നീക്കുപോക്ക് നടത്താൻ പോകുന്നത് സുകുമാരൻ നായരുമായിട്ട്? ഇപ്പൊ നോക്കിക്കോ, 26-ലെ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കാൻ പോകുന്ന അപ്രമാദിത്വം എത്രത്തോളമായിരിക്കുമെന്ന്. അവർ കഴിഞ്ഞ മന്ത്രിസഭയിൽ വരെ, അതായത് 2011 മുതൽ 2016 വരെ 5-ാം മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. ഇത് ഈ 5-ാം മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഇത്തവണ അതിൽ നിന്നും മാറും. പിന്നീട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകും. മന്ത്രിമാരെ കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനം. കുഞ്ഞാലിക്കുട്ടിക്ക് അതിനു വേണ്ടി തന്നെയാണ് നോട്ടം. പിന്നീട് അവർക്ക് മറ്റു പല ആവശ്യങ്ങൾ ഉണ്ടാകും. പല കോർപ്പറേഷനുകളുടെയും തലപ്പത്ത് വരും. മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കി ഒരു ജില്ല വേണം എന്നുള്ള ആവശ്യവും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ PJ കുര്യനോ പോയി സുകുമാരൻ നായരെ കണ്ടു. അതിൽ ഏത് തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അയഞ്ഞിട്ടുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്താ, ലീഗിന് മന്ത്രിസ്ഥാനം കുറച്ചു കൊടുക്കുമോ, അതോ ലീഗിന് സീറ്റ് ഇനിയും കൂട്ടിക്കൊടുക്കാതിരിക്കുമോ? ലീഗ് കൃത്യമായി നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ ഇടമുള്ള സ്ഥലമാണ് UDF എന്ന് പറയുന്നത്. അവർക്കറിയാം LDF-ൽ പോയാൽ ബാർഗെയിനിങ് നടക്കത്തില്ല. UDF-ലാണ് അത് നടക്കുക. ബാർഗെയിനിങ്ങിലല്ല, എടുക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗ്. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹൈക്കമാൻഡുമായിട്ട് നേരിട്ട് വലിയ ബന്ധം വെച്ച് പുലർത്തുന്നവരാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ ഭരണം UDF-ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കുക, ഇതിനകത്ത് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി അവിടെ വിട്ടിറങ്ങി പോകാൻ സകല സാധ്യതകളും കാണുകയാണ്. ഇനി ഒരു 5 വർഷം കൂടി ഭരണമില്ലാതെ കേരളത്തിൽ തുടരാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവരെ എങ്ങനെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അത് വരുമ്പോൾ വാരിക്കോരി പലതും കൊടുക്കും. വീണ്ടും NSSന് അതൃപ്തിയാകും. അവര് BJP-യുടെ ഭാഗത്തേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.